നിങ്ങളൊരു സോളാർ പ്ലാന്റ് ഇൻസ്റ്റാൾ ചെയ്യാൻ പോവുകയാണെങ്കിൽ അഡ്വാൻസ് കൊടുക്കുന്നതിന് മുമ്പ് ഞാൻ ഈ പറയുന്ന 5 ചോദ്യങ്ങൾ കമ്പനിയോട് ചോദിച്ചില്ലെങ്കിൽ ഭാവിയിൽ നിങ്ങൾക്ക് വളരെ നഷ്ടമുണ്ടാവും. ക്വസ്റ്റ്യൻ 1, എൻ്റെ വീടിന് എത്ര കിലോവാട്ട് വേണം? 3 കിലോവാട്ടാണോ, 5 കിലോവാട്ടാണോ, 10 കിലോവാട്ടാണോ? ഇത് നിശ്ചയിക്കേണ്ടത് ഒരിക്കലും ഓഫറിൻ്റെ വില നോക്കിയിട്ടല്ല, മറിച്ച് നിങ്ങളുടെ കറണ്ട് ബില്ലും റൂഫ് സ്പേസും ഫ്യൂച്ചറിലെ ആവശ്യങ്ങളും കണക്കിലെടുത്ത് വേണം. ക്വസ്റ്റ്യൻ 2, ഓൺ ഗ്രിഡ് ഓഫ് ഗ്രിഡ് ഹൈബ്രിഡ്, ഇതിലേതായിരിക്കും എനിക്ക് സ്യൂട്ടബിൾ? ബാക്കപ്പ് വേണമോ? പവർ കട്ട് ഉണ്ടാകുമോ? ഫ്യൂച്ചറിൽ നമുക്ക് ഇലക്ട്രിക് വെഹിക്കിൾസ്, കാർ പോലുള്ള കാര്യങ്ങളൊക്കെ ചാർജ് ചെയ്യണോ? ഇതിൻ്റെ എല്ലാ അടിസ്ഥാനത്തിൽ വേണം തിരഞ്ഞെടുക്കാൻ. ഇതറിയാതെ സിസ്റ്റം ചൂസ് ചെയ്താൽ പിന്നീട് നമ്മൾ റിഗ്രറ്റ് ചെയ്യേണ്ടി വരും. ക്വസ്റ്റ്യൻ 3, കമ്പോണൻസ് ഗ്രേഡ്, പാനലും ഇൻവെർട്ടറിൻ്റെയും ബ്രാൻഡ് ഏതാണ്? അത് OEM ആണോ അല്ലയോ? ഇതുകൂടാതെ 50ഓളം ഇലക്ട്രിക്കൽ കമ്പോണൻസ് വീണ്ടും വരുന്നുണ്ട് സോളാർ ഓൺ ഗ്രിഡ് സിസ്റ്റത്തിൽ. അതിൻ്റെ എല്ലാം ബ്രാൻഡും ഗ്രേഡും ഏതൊക്കെ? ക്വസ്റ്റ്യൻ 4, ആഫ്റ്റർ സെയിൽ സർവീസ്, ആദ്യത്തെ 5 വർഷം നിർബന്ധമായും ഫ്രീ സർവീസ് ഉണ്ടായിരിക്കണം. എവരി 6 മന്തിൽ പ്രിവെൻറ്റീവ് മെയിൻ്റനൻസും പെർഫോമൻസ് റിപ്പോർട്ടും തരുന്നുണ്ടോ? 5 വർഷം കഴിഞ്ഞാൽ AMC പ്ലാൻ ഉണ്ടോ? ഉണ്ടെങ്കിൽ തന്നെ അതിൻ്റെ ഡീറ്റെയിൽസും പ്രൈസും എങ്ങനെയാണെന്ന് ചോദിച്ചറിഞ്ഞു വയ്ക്കും. ക്വസ്റ്റ്യൻ 5, അപ്രൂവൽസ് ആൻഡ് ഡോക്യുമെൻറ്റേഷൻ, KSE അപ്രൂവൽസ്, നെറ്റ് മീറ്ററിംഗ്, വാറൻറ്റി പേപ്പേഴ്സ്, ഡ്രോയിങ്സ്. ഇനിയിപ്പോൾ നമ്മൾ ലോണാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ലോണിൻ്റെ കംപ്ലീറ്റ് ഡോക്യുമെൻറ്റേഷൻ, ഇതെല്ലാം കമ്പനി തന്നെയല്ലേ നമുക്ക് ചെയ്തു തരുന്നത് എന്ന് ഉറപ്പിക്കണം. കോട്ട് അക്സെപ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ഈ 5 ചോദ്യങ്ങൾ ചോദിക്കൂ, അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി ബിൽ ഞങ്ങൾക്ക് അയച്ചു തരും. ഈ കാര്യങ്ങളെല്ലാം ഞങ്ങൾ ചെയ്തു തരാം. നമ്പർ ഡിസ്ക്രിപ്ഷനിലുണ്ട്, കോൺടാക്ട് ചെയ്യൂ.